ആവശ്യമുണ്ടെന്ന് തോന്നിയ ഒരു യൂ ടേൺ എടുക്കാൻ തയ്യാറാണോ? യൂ ടേണേ, അതായത് നമ്മൾ റോഡ് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതായി തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ റോഡില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂ ടേൺ എടുക്കും. കാരണം നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. പ്രിയതമഞ്ഞവരെ, ട്രാക്ക് മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ശരിയായ ട്രാക്കിലേക്ക് ഒന്ന് തിരിച്ചു വന്നാലോ? ലണ്ടനിലാണ് സംഭവം. മാന്യമായ വസ്ത്രം ധരിച്ച ഒരാൾ ഒരു കുതിരവണ്ടിയിലേക്ക് ഓടിക്കയറുകയാണ്. കുതിരവണ്ടിയിലേക്ക് ഓടിക്കയറുമ്പോൾ അയാൾ കുതിരക്കാരനോട് പറയും, പരമാവധി സ്പീഡിൽ പോവുക. കുതിരക്കാരൻ തന്നെ കുതിരയെ പരമാവധി സ്പീഡിൽ ഓടിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? കുതിരക്കാരൻ പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത് എനിക്ക് യാതൊരു പിടിയില്ല. പക്ഷെ ഈ കുതിരയെ ഇതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പ്രിയന്തഞ്ഞോനെ, നമ്മളൊക്കെ വലിയ ഓട്ടത്തിലാണ്, വലിയ യാത്രയിലാണ്. ശരിയായ ദിശയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങളായിരിക്കാം, തെറ്റായ ചില ശീലങ്ങളായിരിക്കാം, തെറ്റായ ചില ബന്ധങ്ങളായിരിക്കാം. എന്തുവാകട്ടെ, ഒരു തിരിച്ചു നടപ്പ് ആവശ്യമല്ലേ? Repentance is the turning of the soul from the way of midnight to the point of the coming sun എന്ന് കുറിച്ച് വെച്ചത് ഹെൻറി വാർഡ് ബീച്ചർ എന്ന അമേരിക്കൻ സോഷ്യൽ റിഫോർമറാണ്. അത് പറഞ്ഞ് ശരിയല്ലേ? ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര. നമുക്കൊക്കെ അതൊന്ന് ചെയ്യണ്ടേ? പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്നലകളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നുകൾ അത് തിരുത്താൻ കൂടിയുള്ളതല്ലേ? ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ബിഫോർ അസ്. നമ്മുടെ മുമ്പിൽ ജീവനും മരണമുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അവർ ലൈഫ്, അവർ ഡിസിഷൻ, അവർ ഡെസ്റ്റിനി. നമ്മുടെ ജീവിതം, നമ്മുടെ തീരുമാനം, നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ തെറ്റായ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ശരിയായ പാതയിലേക്ക് വരാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിയായ ട്രാക്കിലേക്ക് വരാം. ഇന്നലകളിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാകാം. ഇന്നലകളെ പാളിച്ചകളെ തിരുത്താനല്ലേ ദൈവം നമുക്ക് ഇന്ന് എന്ന് തന്നിരിക്കുന്നത്? ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ടുഡേ ഈസ് എ ചാൻസ്, ടുഡേ ഈസ് എ പോസിബിലിറ്റി. ഒന്ന് മേക്ക് യൂസ് ചെയ്താലോ? ഇന്നിനെ ഒന്ന് പരിശ്രമിച്ചാൽ ഏറ്റവും മനോഹരമാക്കാൻ കഴിയും. ഇന്നലകളെ ഓർത്ത് പരിതപിച്ചിട്ട് കാര്യമില്ല. കിട്ടിയിരിക്കുന്ന ഇന്നിനെ ഏറ്റവും മനോഹരമായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഓൾ ദി ബെസ്റ്റ്.